വളരെ എളുപ്പത്തിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പഠിച്ചാലോ? നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് വേഗം വാ. ശ്രദ്ധിച്ചോ. എടാ, എന്തിനാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്? നമ്മുടെ ബിസിനസ്സിലെ ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെന്റുകളും അല്ലെങ്കിൽ ബാങ്ക് റെസിപ്റ്റുകളും ബാങ്ക് പേയ്മെന്റുകളും എഴുതാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ബിസിനസ്സിലെ പണപ്പെട്ടിയിലോട്ട് പണം വന്നാലും പണം പുറത്തേക്ക് പോയാലും എഴുതണം. അതേപോലെ നമ്മുടെ ബിസിനസ്സിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, അതിലോട്ട് പണം വന്നാലും പണം പുറത്തോട്ട് പോയാലും എഴുതണം. അങ്ങനെ നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻസും ബാങ്ക് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാനാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഉപയോഗിക്കുന്നത്. സാർ, എവിടെ റെക്കോർഡ് ചെയ്യും? എടാ, ഡബിൾ കോളം ക്യാഷ് ബുക്കിന് രണ്ട് സൈഡ് ഉണ്ട്. ഈ സൈഡ് അഥവാ ഡെബിറ്റ് സൈഡ് എന്ന് വിളിക്കുന്നത് റെസീപ്റ്റ് സൈഡ് എന്നാണ്. അതായത് ബിസിനസ്സിലോട്ട് പണം വന്നാലോ അല്ലെങ്കിൽ അക്കൗണ്ടിലോട്ട് പണം വന്നാലോ എഴുതുന്ന സ്ഥലം. അപ്പൊ നമ്മുടെ പണപ്പെട്ടിയിലോട്ട് പണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ റെസീപ്റ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ എഴുതും. ഇനി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് പണം വരുന്നതെങ്കിലോ നമ്മൾ ഇതാ ഈ റെസീപ്റ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എഴുതും. അപ്പൊ ഇത് ക്യാഷ് റെസീപ്റ്റ് കോളമാണ്, ഇത് ബാങ്ക് റെസീപ്റ്റ് കോളമാണ്. എവിടുന്ന് പണം വന്നാലും ക്യാഷിൽ കൂടിയാൽ ഇവിടെ എഴുതും, ബാങ്കിലാണ് കൂടുന്നതെങ്കിൽ ഇവിടെ എഴുതും. ഓക്കെ, ഇനി ഇപ്പുറത്തെ ഒരു സൈഡ് ഉണ്ട്, ഇതാണ് ക്രെഡിറ്റ് സൈഡ്. ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് പേയ്മെന്റ് സൈഡ്. ഓക്കെ, ഇവിടെ എന്താ എഴുതുന്നത്? ഇവിടെ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന പേയ്മെന്റുകളാണ്. അതായത് ബിസിനസിന്റെ ക്യാഷ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ക്യാഷ് പേയ്മെന്റ് കോളത്തിൽ എഴുതും. ഇനി ബാങ്കിൽ നിന്നാണ് പണം പോകുന്നതെങ്കിലോ ബാങ്ക് പേയ്മെന്റ് കോളത്തിൽ എഴുതും. ഓക്കെ, സോ നമുക്കൊരു പേയ്മെന്റ് എന്ത് ചെയ്യാം? ക്യാഷ് ആയിട്ടും കൊടുക്കാം, അക്കൗണ്ട് വഴിയും കൊടുക്കാം. അപ്പൊ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ക്യാഷ് കോളത്തിൽ എഴുതും. ഇനി ബാങ്ക് അക്കൗണ്ട് വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ ബാങ്ക് കോളത്തിൽ എഴുതും. അങ്ങനെ റെസീപ്റ്റ് റെക്കോർഡ് ചെയ്യാനും പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാനും രണ്ട് സൈഡുള്ള ഒരു ബുക്കാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എടാ, പ്രിപ്പയർ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഫ്രം ദ ഡീറ്റെയിൽസ് ഗിവൻ ബിലോ. 2016 നവംബർ 1 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. എങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്? സാധാരണ ക്യാഷിനും ബാങ്കിനൊക്കെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, കാരണം അസറ്റ് അല്ലേ. പക്ഷേ ക്വസ്റ്റ്യനിൽ ബാങ്കിന് ക്രെഡിറ്റ് ആണ് എന്നാണോ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആണെന്നാണ് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിന് മാത്രം എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാഷിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്ന് എടുത്തു പറഞ്ഞാൽ മാത്രം ബാങ്കിന് മാത്രം എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, പറഞ്ഞിട്ടുണ്ട് ബാങ്കിന് എന്താണ്? CR ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ ബാലൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ക്യാഷിന്റെ റെക്കോർഡ് ചെയ്യാം. ഡേറ്റ് എന്നാ? 1-ാം തീയതി, നവംബർ 1-ാം തീയതി. എല്ലാവരും ശ്രദ്ധിക്കണേ, നവംബർ 1, 2016 ഞാൻ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതുന്നു. ഓക്കെ, ഏതിന്റെയാ? ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് എതിരാ? ക്യാഷിനാണല്ലേ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. എത്രയാ? 30,000 രൂപ ക്യാഷിന്റെ ബാലൻസ് ആയിട്ട് എഴുതുന്നു. ഇനി ബാങ്കിന് എന്തല്ല ഇവിടെ എഴുതാൻ പറ്റില്ല, കാരണം ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞു OD അല്ലെങ്കിൽ CR ആണെന്ന്. ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ബാങ്കിന്റെ ബാലൻസും ഇവിടെ തന്നെ എഴുതാമായിരുന്നു. അപ്പൊ ഇപ്പുറത്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് ആർക്ക്? ബാങ്കിന്. അപ്പൊ ഞാനിതാ അതേ ഡേറ്റിൽ 1/1/11/16 ഞാൻ എന്ത് ചെയ്യുന്നു? ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതുന്നു. ക്യാഷിനല്ല, ബാങ്കിനാണ് ഞാൻ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത്. എത്രയാ? 12,000 രൂപ ഞാൻ ബാങ്ക് കോളത്തിൽ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇതാ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത് കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ്. ഒരു 5ഓളം ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ വായിക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 8,000 രൂപ. അപ്പോൾ എന്താ സാറേ, പേയ്മെന്റ് ആണോ റെസീപ്റ്റ് ആണോ? എടാ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പേയ്മെന്റ് കൊടുക്കുക ചെയ്യുക. എടാ, അപ്പോൾ ഇത് പേയ്മെന്റ് സൈഡിൽ എഴുതേണ്ട സാധനം അല്ലേ? ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുക ചെയ്യുക അല്ലേ? ഒരാൾക്ക് പൈസ കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇതെന്താണ്? പേയ്മെന്റ് ആണ്. അപ്പോൾ നമ്മളിതാ പേയ്മെന്റ് സൈഡിലോട്ട് പോകുന്നു. ഇനി ക്യാഷ് പേയ്മെന്റ് ആണോ ബാങ്ക് പേയ്മെന്റ് ആണോ? അതായത് ക്യാഷ് ഉപയോഗിച്ചാണോ അതോ ബാങ്ക് അക്കൗണ്ട് വഴിയാണോ നമ്മൾ പേയ്മെന്റ് കൊടുത്തത്? സർ, ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ഫോർ ക്യാഷ് ആണെന്ന് അല്ലേ? അപ്പോൾ ഇത് ക്യാഷ് പേയ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഞാനിതാ ഡേറ്റ് എഴുതുന്നു. 2-ാം തീയതി. ഓക്കെ, 2/11/16 ഞാനൊരു പേയ്മെന്റ് നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? പർച്ചേസ് ആണ്. ജേണൽ എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നാണ്. പർച്ചേസ് ആണ്. എത്ര രൂപ? 8,000. ക്യാഷിലാണ്. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് പേയ്മെന്റ് ആണ്. അപ്പോൾ 8,000 രൂപ പേയ്മെന്റ് സൈഡിൽ ക്യാഷ് പേയ്മെന്റ് ആയിട്ട് പർച്ചേസ് എഴുതി. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബിസിനസ്സിലെ പണപ്പെട്ടിയാന്ന് വിചാരിക്കുന്നത്, ക്യാഷ് ബോക്സ് CB. ഓക്കെ, ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും. ഓക്കെ, ബാങ്ക് അക്കൗണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ക്യാഷ് ബാങ്കിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ പണപ്പെട്ടിയിൽ നിന്ന് പണം ഇങ്ങനെ പോയി ബാങ്കിലോട്ട് പോയില്ലേ? എത്ര രൂപ പോയത്? 17,000 രൂപ. സോ സാർ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, നമ്മുടെ ബിസിനസ്സിലെ ക്യാഷിൽ നിന്നും 17,000 രൂപ പുറത്തോട്ട് പോയോ ഇല്ലയോ? എങ്ങോട്ടാ പോയെന്ന് ഇപ്പൊ നോക്കണ്ട. 17,000 രൂപ ക്യാഷ് നിന്ന് പുറത്തോട്ട് പോയി. ബാങ്കിലോട്ടാണ് പോയത്, പക്ഷെ ക്യാഷ് നിന്ന് പുറത്തേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ അതൊരു ക്യാഷ് പേയ്മെന്റ് അല്ലേ? കാരണം ക്യാഷ് നിന്ന് പണം പോയാൽ അത് ക്യാഷ് പേയ്മെന്റ് ആയിട്ട് കണക്കാക്കണം. അപ്പം തന്നെ നമ്മൾ പേയ്മെന്റ് സൈഡിലോട്ട് പോകണം. എന്നാ പോയത്?
എന്നാ പൈസ പോയത് 10-ാം തീയതി അല്ലേ? 10-ാം തീയതിയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പൊ തന്നെ ഞാൻ 10-ാം തീയതി 11/16 ഞാനൊരു ക്യാഷ് പേയ്മെന്റ് നടത്തിയതായിട്ട്. എത്രയാ പേയ്മെന്റ് നടന്നത്? 17,000 രൂപ ക്യാഷിന്റെ അടിയിൽ, കാരണം ക്യാഷിലാണ് പോയത്. അപ്പൊ ക്യാഷ് പേയ്മെന്റ് കോളത്തിൽ ഞാൻ 17,000 എഴുതുന്നു. എങ്ങോട്ടാ പോയത്? ബാങ്കിലോട്ടാണ് പോയത്. അപ്പൊ ഞാൻ ബാങ്ക് എന്ന് എഴുതി വെക്കുന്നു. സോ ഒരു ക്യാഷ് പേയ്മെന്റ് നടന്നിട്ടുണ്ട് ബാങ്കിലോട്ട്. എത്ര രൂപ? 17,000 രൂപ. ഓക്കെ ആണല്ലോ. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി. ഇനി നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ ബാങ്കിലോട്ട് ഒരു 17,000 രൂപ വന്ന് പതിച്ചിട്ടില്ലേ? എടാ നോക്കൂ, ഇനി നമ്മൾ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. ക്യാഷിന്റെ കാര്യം വിട്. ബാങ്കിൽ നിന്ന് എവിടെ നിന്ന് വന്നൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. ബാങ്കിലേക്ക് ഒരു 17,000 രൂപ വന്നില്ലേ? ഓക്കെ, ബാങ്കിലോട്ട് ഒരു 17,000 രൂപ വന്നു. ദാറ്റ് മീൻസ് ബാങ്കിൽ അതൊരു റെസീപ്റ്റ് അല്ലേ? ഒരേ സമയം ഇത് ക്യാഷിന് നോക്കുമ്പോൾ പേയ്മെന്റ് ആകുമ്പോൾ അതേ സമയം ബാങ്കിന് എന്താണ്? ഇതൊരു റെസീപ്റ്റ് ആണ്. കാരണം ബാങ്ക് അക്കൗണ്ടിലെ പൈസ കൂടും. ബാങ്ക് അക്കൗണ്ടിൽ പണം കൂടിയാൽ അത് എവിടെ നിന്ന് വന്നു നോക്കണ്ട, എങ്ങനെ വന്നു നോക്കണ്ട. ബാങ്ക് അക്കൗണ്ടിലെ പണം എങ്ങനെ കൂടിയാലും അത് ബാങ്ക് റെസിപ്റ്റ് കോളത്തിൽ എഴുതിയേ പറ്റൂ. ഓക്കെ, അതായത് നമ്മൾ ക്യാഷ് പേയ്മെന്റ് കോളത്തിൽ ഓൾറെഡി എഴുതി ക്യാഷ് പേയ്മെന്റിൽ, പക്ഷേ ബാങ്കിലോട്ട് പണം വന്ന സ്ഥിതിക്ക് ബാങ്ക് റെസിപ്റ്റ് കോളത്തിൽ എഴുതിയേ പറ്റൂ. എവിടെ നിന്ന് വന്നാലും എഴുതണം. അപ്പൊ സാറേ ഈ ട്രാൻസാക്ഷൻ അങ്ങനെയാണെങ്കിൽ ബാങ്ക് റെസിപ്റ്റിലും എഴുതണം, കാരണം ബാങ്കിലോട്ട് 17,000 രൂപ വന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ റെസീറ്റ് സൈഡിലോട്ട് പോകുന്നു. റെസീറ്റ് സൈഡിലേക്ക് പോകുന്നു. 10-ാം തീയതി 10/1/16 പോകുന്നു. ഓക്കെ, നമ്മുടെ ബാങ്കിലോട്ട് എത്ര രൂപ വന്നു? 17,000 വന്നതായിട്ട് കാണിക്കുന്നു. ഇതാണ് ബാങ്കിന്റെ റെസീറ്റ് കോളം അല്ലേ? അപ്പൊ ബാങ്കിലോട്ട് 17,000 രൂപ വന്നതായിട്ട് കാണിക്കുന്നു. എവിടുന്നാ വന്നത്? ബിസിനസിന്റെ ക്യാഷിൽ നിന്ന്. ഓക്കെ, കാരണം ജേണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് എന്നാണ്. അതുകൊണ്ട് ക്യാഷിൽ നിന്ന് 17,000 രൂപ വന്നതായിട്ട് കാണിക്കുന്നു. സാറേ, അപ്പൊ ഒരു ട്രാൻസാക്ഷൻ, ഈ ഒരു ഒറ്റ ട്രാൻസാക്ഷൻ ഇപ്പുറത്തും വന്നു. അതിനെയാണ് കോൺട്രാ എൻട്രി എന്ന് വിളിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നതിനായി ഇതിന്റെ നേരെയും നമ്മൾ സി എന്ന് എഴുതി വെക്കും. ഓക്കെ, ഒരേ സമയം ക്യാഷ് ബുക്കിന്റെ ഈ സൈഡും റെക്കോർഡ് ചെയ്യേണ്ടി വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് ആര്? കോൺട്രാ ട്രാൻസാക്ഷൻസ്. ഓക്കെ സാറേ, അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. ഓക്കെ, എന്നാൽ എല്ലാവരും ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ബ്രെയിൻ പ്രോസസ് ആക്കി കേട്ടോ. യെസ്, അടുത്തത് സാലറി പെയ്ഡ് ബൈ ചെക്ക്. 15-ാം തീയതി ഒരു പേയ്മെന്റ് ആണ് കേട്ടോ. 15-ാം തീയതി പേയ്മെന്റ് സൈഡിലോട്ട് പോയി. 15/11/16 എന്താ കൊടുത്തത്? സാലറി കൊടുത്തു. ക്യാഷ് വഴിയാണോ ബാങ്ക് വഴിയാണോ കൊടുത്തത്? ക്യാഷ് പേയ്മെന്റ് ആണോ ബാങ്ക് പേയ്മെന്റ് ആണോ? സാലറി കൊടുത്തത് ചെക്ക് വഴിയാണ്. സാർ, നമ്മൾ എന്തെങ്കിലും ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം പോവുക, ബാങ്ക് ആണ്. ഓക്കെ, അപ്പൊ ചെക്ക് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബാങ്ക് പേയ്മെന്റ് ആണെന്ന് ഊഹിക്കണം. 5,000 രൂപ ബാങ്കിൽ നിന്നാണ് പേയ്മെന്റ് ആയിട്ട് കാണിക്കേണ്ടത്. ബാങ്കിന്റെ അടിയിലാണ് സാലറിയിലെ 5,000 രൂപ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കോ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 15,000. ഗുഡ്സ് വിറ്റു പണത്തിന് വേണ്ടി. അപ്പോൾ ഒരു പണം റിസീവ് ആയിട്ടുണ്ടാവില്ലേ? നമ്മൾ ഗുഡ്സ് വിറ്റാൽ പൈസ കിട്ടും. അപ്പൊ പൈസ റെസിപ്റ്റ് ആണല്ലോ. യെസ്, അപ്പൊ ഇതാ 18-ാം തീയതി റെസീറ്റ് സൈഡിലോട്ട് പോകണം. പൈസ കിട്ടുന്ന കേസാണിത്. എത്രയാ? 18-ാം തീയതി 18/11/16. ഇത് നവംബർ 18, 2016. എന്താ സാറേ നടന്നത്? റെസീറ്റ് ആണ്. എങ്ങനെ? സെയിൽസ് വഴി. ക്യാഷ് അക്കൗണ്ട് ആയിട്ട് സെയിൽസ് ആണ് എൻട്രി. അതുകൊണ്ട് നമ്മൾ സെയിൽസ് എന്ന് എഴുതുന്നു. ഇനി ക്യാഷ് ആണോ അക്കൗണ്ടിലേക്കാണോ പണം വന്നത്? ക്യാഷിനാണ് വിറ്റത്. അപ്പൊ ക്യാഷിലോട്ട് പണം വന്നു. എത്ര വന്നു? 15,000 രൂപ വന്നു. അപ്പൊ ഇതാ 15,000 രൂപ റെസിപ്റ്റ് സൈഡിൽ ക്യാഷ് റെസിപ്റ്റ് കോളത്തിൽ എഴുതുന്നു. ഓക്കെ സാറേ, ഇനി അടുത്തത് എന്താ? ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. സാമ്പാറേ എന്താണ് സാറേ? ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുന്നു. എത്ര രൂപ പിൻവലിക്കുന്നത്? 3,000 രൂപ. സാറേ, 3,000 രൂപ. അപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചാൽ ബാങ്ക് അക്കൗണ്ടിലെ പൈസ കുറയും. ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചാൽ ബാങ്ക് അക്കൗണ്ടിലെ പൈസ കുറയും. ബാങ്ക് അക്കൗണ്ടിൽ പണം കുറഞ്ഞാൽ അത് ബാങ്ക് പേയ്മെന്റ് ആണ് അല്ലേ? ബാങ്കാണ്. ബാങ്കിലെ അക്കൗണ്ടിലെ പണം എങ്ങനെ കുറഞ്ഞാലും അതൊരു ബാങ്ക് പേയ്മെന്റ് ആണ്. അപ്പൊ തന്നെ ഞാനിതാ പേയ്മെന്റ് സൈഡിലോട്ട് പോകുന്നു. എന്നാ സംഭവിച്ചത്? 30-ാം തീയതി 30/11/16 എന്ത് സംഭവിച്ചു? ബാങ്കിൽ നിന്നും ഒരു പണം പോയിട്ടുണ്ട്. എത്ര രൂപ പോയത്? 3,000. എങ്ങോട്ട് പോയിന്ന് എനിക്ക് അറിയണ്ട. ബാങ്കിലെ പണം കുറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ പേയ്മെന്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എഴുതിയേ പറ്റൂ. ഓക്കെ, എത്ര രൂപ പോയത്? 3,000 അല്ല, 3,000 രൂപ പോയി. അപ്പൊ ഞാനിതാ ബാങ്കിന്റെ അടിയിൽ 3,000 എഴുതുന്നു. എങ്ങോട്ടാ പോയത്? സാലറി ആയിട്ടാണോ? അല്ല, അങ്ങനൊന്നല്ല. ബിസിനസിന്റെ ക്യാഷിലോട്ടാണ് പോയത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാനത് പേയ്മെന്റ് ആയിട്ട് എഴുതി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ബാങ്കിൽ നിന്ന് 3,000 പോയി, അതൊരു പേയ്മെന്റ് ആയിട്ട് എഴുതി. പക്ഷെ അതേ സമയം ആ 3,000 ചെന്ന് വീഴുന്നത് എവിടെയാ നോക്കൂ? ബിസിനസിന്റെ ക്യാഷ് ബോക്സില്, ബിസിനസിന്റെ പണപ്പെട്ടിയില്. അങ്ങനെയാണെങ്കിൽ സാറേ, ബിസിനസിന്റെ പണപ്പെട്ടിയിൽ 3,000 രൂപ കൂടൂലേ?
അതായത് ഒരേ സമയം ബാങ്കിൽ ഒരു 3000 പേയ്മെന്റ് നടക്കുമ്പോൾ നമ്മുടെ ക്യാഷിൽ അതേ സമയം ഒരു 3000 റെസിപ്റ്റ് നടക്കുകയല്ലേ ചെയ്യുന്നത്? അതെ, നമ്മുടെ ക്യാഷ് ബുക്സിൽ 3000 രൂപ കൂടുന്നു. നമ്മുടെ ക്യാഷ് ബോക്സിൽ 3000 രൂപ കൂടുന്നു. അങ്ങനെയാണെങ്കിൽ സാറേ നമ്മുടെ ക്യാഷിൽ റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യേണ്ടേ? വേണം. അപ്പം നമ്മൾ റെസീറ്റ് സൈഡിലോട്ട് പോകണം, ക്യാഷ് കൂടുന്നതായിട്ട് എഴുതണം. ക്യാഷ് എങ്ങനെ കൂടിയാലും, ബാങ്കിൽ നിന്ന് വന്നോ പുറത്തുനിന്ന് വന്നോ ഒന്നും അറിയണ്ട, ക്യാഷ് എങ്ങനെ കൂടിയാലും അത് ക്യാഷ് റെസിപ്റ്റ് ആണ്. ബാങ്കിൽ നിന്ന് വന്നാലും ശരി, എവിടെ നിന്ന് വന്നാലും ശരി. അപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു 3000 വന്നിട്ടുണ്ട്, അപ്പോൾ അത് ക്യാഷ് റെസിപ്റ്റിൽ പോകണം. എന്നാ ഡേറ്റ് എന്നാ? 30-ാം തീയതി. 30/11/16. ഓക്കെ, എത്ര രൂപയാണ് വന്നത്? 3000 രൂപ. അപ്പൊ ഞാനിതാ എന്റെ ക്യാഷിൽ റെസീപ്റ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ 3000 എഴുതുന്നു. എവിടുന്നാ വന്നത്? ബാങ്കിൽ നിന്ന്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ഇതാ മുഴുവൻ ഫില്ല് ചെയ്തിട്ടുണ്ട് കോൺട്രാ എൻട്രി. ഓക്കെ, അപ്പൊ ഇതും ഒരു കോൺട്രാ എൻട്രി അല്ലേ? കാരണം വിഡ്രോൺ ഫ്രം ബാങ്ക് ആയി കഴിഞ്ഞാലും രണ്ട് സ്ഥലത്തും അതിന്റെ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ ഇതും ഒരു കോൺട്രാ എൻട്രി ആണ്. അപ്പോൾ ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ആയാലും വിഡ്രോൺ ഫ്രം ബാങ്ക് ആയാലും അത് എന്താണ്? രണ്ടും കോൺട്രാ എൻട്രി ആണ്. യെസ് സാർ. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ അക്കൗണ്ട് സാധാരണ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്ന പോലെ ബാലൻസ് ചെയ്യുക. ഇവിടെ ആദ്യം നിങ്ങൾ ക്യാഷ് കോളം കൂട്ടുക. ഓക്കെ, ഇവിടെയും ക്യാഷ് കോളം കൂട്ടുക. അങ്ങനെ ക്യാഷിന്റെ ബാലൻസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് എത്രയുണ്ട്? 30, 15, 45, 3, 48, 17, 8, 25. അപ്പോൾ 45 വലുത്, 48 വലുത്. അപ്പോൾ 48 രണ്ട് സൈഡിൽ എഴുതുക. 48,000. ഇനി ഇവിടെ എത്രയാ കൂട്ടുമ്പോൾ ഉള്ളത്? 18, 17, 8, 25. അപ്പോൾ ഈ 48 25 പോയാൽ ബാക്കി 23,000 ബാലൻസ്. അപ്പോൾ ഇതാ സാറേ ബാലൻസ് ക്യാരി ഡൗൺ. 30-ാം തീയതിയിലെ ക്യാഷിന്റെ ബാലൻസ് ക്യാരി ഡൗൺ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയും കൂട്ടണം, ഈ സൈഡും കൂട്ടണം, ഈ സൈഡിലെ ക്യാഷ് കോളും കൂട്ടണം. ഏതാണോ കൂടുതൽ അത് രണ്ട് സ്ഥലത്തും എഴുതണം. എന്നിട്ട് കുറവുള്ള സ്ഥലത്തേക്ക് പോകണം. എന്നിട്ട് ഈ 48,000 ഈ കുറവുള്ള സ്ഥലം തമ്മിൽ എത്രയാണോ ഡിഫറൻസ്, അതാണ് ബാലൻസ്. ഇത് അക്കൗണ്ട് സാധാരണ ബാലൻസ് ചെയ്യുന്നതാണ്. സെപ്പറേറ്റ് ക്യാഷ് ബുക്കിൽ വേറെ പരിപാടിയൊന്നും ഇല്ല. ഇനി അടുത്ത് ബാങ്ക് കോളം നോക്കാം. ബാങ്ക് കോളത്തിന്റെ എന്ത് ചെയ്യുക? ഈ സൈഡും കൂട്ടണം, ഈ ബാങ്ക് കോളവും കൂട്ടണം. അപ്പോൾ എവിടെയാ കൂടുതൽ? നോക്കൂ, ഇവിടെ 12, 5, 17, 3, 20. ഇവിടെ 17 ഉള്ളൂ. അപ്പോൾ 20 കൂടുതൽ. അപ്പോൾ 20 ഞാൻ രണ്ട് സൈഡിൽ എഴുതണം. 20,000 ഇവിടെ എഴുതണം, 20,000 ഇവിടെ എഴുതണം. ഇനി എവിടെയാ കുറവ്? ഇവിടെ. അപ്പോൾ 20,000 നിന്ന് ഈ കുറവുള്ള 17,000 കുറച്ചാൽ ബാക്കി എത്രയാണ് ബാലൻസ്? 3,000 രൂപ. ഓക്കെ, അപ്പോൾ 30-ാം തീയതി ബാലൻസ് ഞാൻ എഴുതുന്നു. ബാലൻസ് ക്യാരി ഡൗൺ. എന്താ എഴുതുന്നേ? ബാലൻസ് ക്യാരി ഡൗൺ 3,000 രൂപ. ഇത്രേ ഉള്ളൂടാ. ഇത് വളരെ എളുപ്പമാടാ. ഓക്കെ, വലിയ വലിപ്പുള്ള സാധനമൊന്നും അല്ലത്. ചിന്തിച്ചാൽ സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന സാധനം. ഓക്കെ, മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കുക, കുറച്ച് സ്ലോ ആക്കിയിട്ട് കണ്ടു നോക്കുക. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ തൽക്കാലത്തേക്ക് ബൈ.